ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 ആണ്ടിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. വർഷാവസാനത്തിൽ ആണ്ടറുതിയിൽ എന്താ നാം ചെയ്യേണ്ടത് എന്ന് ദൈവത്തിന് മുമ്പിലിരുന്ന് ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ആത്മീയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പുതുവർഷം അല്ലെങ്കിൽ ദിനങ്ങൾ, മാസങ്ങൾ, അങ്ങനെയൊക്കെയുള്ളതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ക്രമീകരണമില്ല. പക്ഷേ ദൈവം മനുഷ്യരിങ്ങനെ ഓരോന്നും ക്രമീകരിച്ച് തന്നെ ലോകജീവിതം നയിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ വർഷങ്ങളുടെ വിഭജനവും മാസങ്ങളുടെയും ദിവസങ്ങളുടെയും വേർതിരിക്കലുമൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് വർഷാവസാനം, അതുപോലെ പുതുവർഷ പിറവി, ന്യൂ ഇയർ ആഘോഷങ്ങൾ നടത്തുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ന്യൂ ഇയർ ആഘോഷത്തിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ദിവസം ചിന്തിക്കുന്നത് നമ്മൾ കടന്നുപോയ ഈ 365 ദിനങ്ങളടങ്ങിയ 2025 ആണ്ടിൽ അതിൻ്റെ അവസാനത്തെ ദിനങ്ങൾ വരുമ്പോൾ നമ്മളൊരു അവലോകനം നടത്തണം, ഇവാലുവേഷൻ നടത്തണം. പ്രത്യേകിച്ച് 2 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിൽ ചിന്ത വന്നത്. ഒന്ന്, ദൈവം ഈ 365 ദിനങ്ങളടങ്ങിയ 2025 ആണ്ടിൽ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒന്ന് കണ്ടെത്തണം. അത് വെറുതെ ഇങ്ങനെ ഇരുന്ന് 2, 3, 4 മിനിറ്റ് നേരം ആലോചിച്ചാൽ പോരാ. ഇനി വരാൻ പോകുന്ന ദിനങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ദിനങ്ങളിലൊക്കെ ആ കിട്ടിയ അനുഗ്രഹങ്ങളെ മുഴുവനും അവലോകനം ചെയ്യണം. എനിക്കത് കുറച്ചും കൂടെ ക്രിയാത്മകമായി പറഞ്ഞു കഴിഞ്ഞാൽ, കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരു ഡയറിയിലോ ഒന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട് ബുക്കിലോ ഒന്ന് എഴുതിയെടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് ഓരോന്നും ദൈവത്തിനു മുമ്പിലിരുന്ന്, നമ്മുടെ പ്രാർത്ഥനാ മുറിയിലിരുന്നോ, ദൈവാലയത്തിലിരുന്നോ, ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്നോ ഓരോന്നിനെ ഓർത്തും ദൈവത്തിന് നന്ദി പറയാം. ഞാൻ സങ്കീർത്തനത്തിലൊരു വചനം ഓർക്കുകയാണ്. സങ്കീർത്തനം 104, 100-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വചനം ഞാൻ വായിക്കാം. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ഇത് ഇപ്പോൾ ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് തൊട്ട് മുൻപ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന വചനമാണ്. ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ ഇങ്ങനെ ഒരു ടോക്ക് അല്ലെങ്കിൽ ഒരു സന്ദേശം റെക്കോർഡ് ചെയ്യാനായിട്ട് മനസ്സുകൊണ്ടൊരുക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനമാണിത്. സങ്കീർത്തനം 100, 4-ാമത്തെ വചനം. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. ഈ പഴയ വർഷം, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞു പോകാൻ പോകുന്ന വർഷത്തിൽ പുതിയ വർഷത്തിലേക്ക് ഒരു കവാടത്തിലൂടെ നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. ഈ വർഷത്തിൽ നിന്ന് പുതുവർഷത്തിലേക്ക് ഒരു കവാടത്തിലൂടെ കിടക്കുന്നു. എങ്ങനെയാണ്? കൃതജ്ഞതാ സ്തോത്രത്തോടെ വേണം കടക്കുവാൻ. അതിൻ്റെ 2-ാമത്തെ ഭാഗം, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അടുത്ത വർഷത്തെ അവിടുത്തെ അങ്കണമായി കാണുക. അവിടുത്തെ മുറ്റത്തേക്ക്, പുതുവർഷത്തിൻ്റെ മുറ്റത്തേക്ക് കാൽ ചവിട്ടുന്നത് എങ്ങനെയായിരിക്കണം? സ്തുതികൾ ആലപിച്ചുകൊണ്ടായിരിക്കണം. അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞാൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതിൻ്റെ 2-ാം ഭാഗം, ഇത് വളരെ വിശദമായി പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. 2-ാമത്തെ ഭാഗം, നമുക്ക് ഈ 365 കഴിഞ്ഞു പോയ ദിനങ്ങൾ, അല്ലെങ്കിൽ 2025 ആണ്ടിലെ 365 ദിനങ്ങളിൽ നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ, നമുക്കുണ്ടായ വീഴ്ചകൾ, നാം ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, നമ്മുടെ അപരാധങ്ങൾ, അത് നമ്മൾ ഒന്ന് തമ്പുരാൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. പക്ഷെ ഒരു കാര്യമുണ്ട്, കുമ്പസാരത്തിലേറ്റു പറഞ്ഞ് പാപമോചനം മേടിച്ചു കഴിഞ്ഞ പാപങ്ങൾ നമ്മൾ അനുദപിച്ച് തിരുത്തിക്കഴിഞ്ഞ്
കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത കുമ്പസാരിച്ച പാപങ്ങൾ ഇനി അതിനെ ഓർത്ത് വീണ്ടും കരയാനും സങ്കടപ്പെടാനും ദുഃഖിക്കാനും കാരണമാകത്തക്ക വിധം എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളിലേക്ക്, ഇതുവരെയുള്ള ജീവിതത്തിലെ വീഴ്ചകളിലേക്ക് എൻ്റെ കണ്ണുകളിലൂടെയല്ല ഞാൻ നോക്കേണ്ടത്, യേശുവിൻ്റെ കണ്ണുകളിലൂടെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ വീഴ്ചകളും പരാജയങ്ങളും നമ്മൾ ഓർക്കുക. എഴുതി വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് കർത്താവിൻ്റെ കൺമുമ്പിലില്ല. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ? വിജനദേശത്തെ പാതകൾ, മരുഭൂമി, ജലാശയങ്ങൾ ഞാൻ ഉണ്ടാക്കിയെന്ന് ഏശയ്യാ 41:18-19 പറഞ്ഞതാണ്. അതിനെ ഓർക്കുകയും പരിഗണിക്കാൻ വേണ്ട. പക്ഷേ എന്തിനെന്നറിയും, ഇപ്പോൾ ഈ ആണ്ടറുതിയിൽ, വർഷാവസാനത്തിൽ, പുതുവർഷത്തിന് തൊട്ടുമുമ്പുള്ള മണിക്കൂറുകളിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് ആ പാപങ്ങളോർത്ത് കരയാനല്ല. ആ പാപങ്ങൾ ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞു, അനുദപിച്ച് വെറുത്തുപേക്ഷിച്ച് ഇനി ആവർത്തിക്കാനുള്ള തീരുമാനമെടുത്തതാണെങ്കിൽ ആ പാപങ്ങൾ യേശുവിൻ്റെ പക്കലില്ല, നമ്മുടെ പക്കലില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പക്ഷേ ആ പാപം ക്ഷമിച്ച കർത്താവിന് നന്ദി സ്തുതിയും പറയുവാൻ ഈ പാപങ്ങളൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ആണ്ടറുതിയിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ഡയറിയിൽ കുറിച്ചിടുക. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടുകൂടി കുറിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഓർത്തെടുക്കാവുന്ന വിധത്തിൽ എല്ലാ അനുഗ്രഹങ്ങളെയും ഒന്ന് കുറിച്ചെടുക്കുന്നത് നല്ലതാണ്. എണ്ണി പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയാണത്. എന്നിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. എനിക്ക് ഉപദേശിക്കാനുള്ളത്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെയ്യാറുള്ളത് നിങ്ങളോട് പറയാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന ഒരു ചാപ്പലിൽ ദിവ്യകാരുടെ സന്നിധിയിലിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പരിശുദ്ധ സക്രാരി ഇരിക്കുന്ന ഒരു കത്തോലിക്ക ദൈവാലയത്തിലിരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലിരുന്ന്, ഒറ്റയ്ക്കിരുന്ന്, നിങ്ങൾ ദൈവവും തമ്മിലൊരു സമാഗമ നിമിഷത്തിലിരുന്ന് നിങ്ങളിത് ചെയ്യുന്നതാണ് നല്ലത്. രണ്ടാമത്തേത്, നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾ ഇതുപോലെ തന്നെ കർത്തൃസന്നിധി സമർപ്പിക്കാം. പക്ഷേ എഴുതിയെടുക്കണമെന്നില്ല. അത് സമർപ്പിച്ച് അത് ക്ഷമിച്ച കർത്താവിന് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതിന് പറ്റിയ മറ്റൊരു വചനം ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞാനത് നിങ്ങളോട് പറയണമെന്ന് ആലോചിച്ച് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജെറമ്യ 6:16 ജെറമ്യയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 16-ാം വചനം. വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുവിൻ, പഴയ പാതകൾ തേടുവിൻ, നേരായ മാർഗം തേടിയതിൽ സഞ്ചരിക്കുവിൻ, അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. ഇതിൽ ഈ വഴിക്കവല എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പുതുവർഷത്തിലേക്ക് കടക്കാൻ, പഴയ വർഷത്തിലെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഒരു സമയമായിട്ട് എടുക്കുക. വഴിക്കവല പല അർത്ഥങ്ങളുണ്ട്, ഇങ്ങനെയൊരു അർത്ഥത്തിലെടുക്കുക. വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കുവിൻ. രണ്ടാമത്, പഴയ പാതകൾ തേടുവിൻ. എന്തിനാണ് പഴയ പാത തേടുന്നത്? അത് പഴയ പാതയിൽ ഉണ്ടായ അബദ്ധങ്ങളും കുറവുകളും വീഴ്ചകളും പരാജയങ്ങളും ഓർത്ത് ദുഃഖിക്കാനും നിരാശപ്പെടാനും കുറ്റബോധത്തിനടിമയാകാനും വേണ്ടിയല്ല. പഴയ പാതകൾ തേടുന്നത് എവിടെയെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്. പഴയ പാതകൾ തേടുവിൻ. എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ടത്, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുവിൻ. അത് നമ്മൾ പുതുവർഷത്തിൻ്റെ ധ്യാനവുമായിട്ട് ബന്ധപ്പെടുത്തി അതിലേക്ക് പോകാം. പഴയ പാതകൾ തേടുവിൻ. അപ്പോൾ ഈ പഴയ പാതകൾ തേടുമ്പോൾ ഞാൻ ചില പോയിൻറ്റ്സ് എൻ്റെ മനസ്സിൽ വന്നത് ഞാനൊന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ഈ പഴയ പാതകൾ തേടുക. ഒന്ന്, ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും ഈ പഴയ പാതയിൽ നടന്ന കാലത്ത് കിട്ടിയത് ഓർത്തെടുക്കുക. 2, വന്നുപോയ വീഴ്ചകൾ ഓരോന്നും ഓർത്ത് മാപ്പി ചോദിക്കുക, ക്ഷമിച്ച കർത്താവിന് നന്ദി പറയുക. 3, നമ്മളെ സഹായിച്ചവരെ അല്ലെങ്കിൽ നമ്മളെ വളർത്തിയവരെ ഓർത്ത് അവരോട് നന്ദിയുള്ളവരായിരിക്കുക. നന്ദി പറയേണ്ടതാണെങ്കിൽ പറയുക, ദൈവത്തിന് നന്ദി പറയുക. അടുത്തത്, നമ്മളെ ഉപദ്രവിച്ചവരെ ഓർത്ത് അവർക്ക് മാപ്പ് കൊടുത്ത് അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തത്, ദൈവരാജ്യത്തിന് വേണ്ടി
ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി കഴിഞ്ഞ വർഷം ഞാൻ എന്ത് ചെയ്തു എന്ന് ഒന്ന് ആലോചിച്ച് കണ്ടെത്തുക. അടുത്തതായി, മറ്റുള്ളവർക്ക് വേണ്ടി, അന്യർക്ക് വേണ്ടി പരസ്നേഹ പ്രവൃത്തികൾ ഞാൻ എത്രമാത്രം ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാതിരുന്നിട്ടുണ്ടോ, അത് കണ്ടെത്തണം. മറ്റൊന്നുള്ളത്, ഏതെങ്കിലും അനുഗ്രഹങ്ങളോ ദൈവിക സമ്മാനങ്ങളോ സമ്പത്തോ ഞാൻ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ? എനിക്ക് കിട്ടിയ അവസരങ്ങൾ മാത്രമല്ല, ഏതെങ്കിലും ദൈവാനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ മൂലം വേദനിച്ചവരെ, എൻ്റെ ദ്രോഹമേറ്റവരെ ഓർത്ത് അവരോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? അതുപോലെ ഞാൻ വഴി വളരേണ്ടവർ എൻ്റെ വീഴ്ച വരെ വളരാതിരുന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ ഈ 2025 ആണ്ടിൻ്റെ അവസാന ദിനങ്ങളിൽ നമുക്ക് ദൈവം അവസരം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.